2014 അവസാനിക്കാറായ സമയം. ഉഗാണ്ടയിലെ ക്യോഗ കായലിൽ നിന്നും വെള്ളമെടുക്കാനായി ഒരു കൂട്ടം സ്ത്രീകൾ നടന്നങ്ങനെ വരികയാണ്. കായലിന്റെ കരയിൽ നിന്ന് തങ്ങൾ കൊണ്ടുവന്ന പാത്രങ്ങളിലേക്ക് അവർ വെള്ളം പകർന്നെടുത്തുകൊണ്ടിരിക്കുകയാണ് അത് സംഭവിക്കുന്നത്. ആ സ്ത്രീകളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ദെമെത്രിയ നബീറ എന്ന സ്ത്രീയെ പിന്നീട് ഒരിക്കലും കാണാത്തവണ്ണം ആ കായലിന്റെ ഇരുണ്ട ആഴങ്ങളിലേക്ക് ഒരു മുതല കടിച്ചു വലിച്ചുകൊണ്ടുപോയി. ആ സ്ത്രീക്ക് ഒപ്പമുണ്ടായിരുന്നവർക്ക് ദയനീയരായി നിസ്സഹായരായി നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. പകച്ചുപോയ അവരുടെ കണ്ണുകളിൽ നിഴലിച്ചത് ഭയത്തിന്റെ ഉപ്പുള്ള ആർദ്രതയായിരുന്നു. തന്റെ ഭാര്യയ്ക്കുണ്ടായ അത്യാപത്തിനെക്കുറിച്ച് കേട്ടറിഞ്ഞ മുബാറക് ബതാംബുസയ്ക്ക് എന്തുതരം വികാരമാണിനി പ്രകടിപ്പിക്കേണ്ടതെന്ന് അറിയാത്ത ഒരു മരവിപ്പാണ് അനുഭവപ്പെട്ടത്. ആ മുതല പിടിച്ചുകൊണ്ടുപോയത് ഒരൊറ്റ ജീവനെയല്ല, മറിച്ച് 2 ജീവനുകളെ ആയിരുന്നു. ഈ അപകടത്തിൽപ്പെട്ട് കായലിന്റെ ആഴങ്ങളിലേക്ക് മറയുമ്പോൾ ദെമെത്രിയ ഗർഭിണിയായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റാത്തവന്റെ നിസ്സഹായത മുബാറക്കിന് അനുഭവപ്പെട്ടു. ഉണ്ടായിരുന്ന ശക്തികളൊക്കെ ക്ഷയിച്ച അവസ്ഥ, ആകെ തളർന്ന് അവശനായി പോകുന്നത് പോലെ. മാസങ്ങൾ കടന്നുപോയി. ഒടുവിൽ 2015 ജനുവരിയിൽ മുബാറക്കിനെ തേടി ഒരാൾ വന്നു. അയാളുടെ ഒരു പരിചയക്കാരൻ തളർന്നു വീങ്ങിയ കണ്ണുകളുമായി നിന്ന മുബാറക്കിനോട് അയാൾ ഇങ്ങനെ പറഞ്ഞു: മുബാറക്, നിന്റെ ഭാര്യയുടെയും പിറക്കാനിരുന്ന നിന്റെ രക്തത്തിന്റെയും ജീവനെടുത്ത ആ മുതലയെ, അതേ മുതലയെ തന്നെ ഇന്ന് ഞങ്ങൾ കണ്ടു. മരണത്തിന്റെ ദൂതനെ പോലെ ആ ജീവി തിരിച്ചു വന്നിരിക്കുന്നു എന്ന വാർത്ത കേട്ടയുടൻ നിരാശ ഉറഞ്ഞിരുന്ന മുബാറക്കിന്റെ മിഴികളിൽ പ്രതികാരത്തിന്റെ തീ ആളാൻ തുടങ്ങി. അന്ന് 50 വയസ്സിനോടടുത്ത് പ്രായമുണ്ടായിരുന്ന മുബാറക് തന്റെ സുഹൃത്തുക്കളെയും പരിചയക്കാരെയും കൂട്ടിക്കൊണ്ട് ക്യോഗ ലേക്കിന് അടുത്തേക്ക് നടന്നു. അവിടെ എത്തി അവർ കണ്ടത് ഒരു സാധാരണ മുതലയല്ല, മറിച്ച് അസാധാരണമായ വലുപ്പവും കരുത്തുമുള്ള ഒരു രാക്ഷസ മുതലയാണ്. ഏകദേശം 4 മീറ്ററിലധികം നീളവും 600 കിലോഗ്രാമോളം ഭാരവും അതിന് ഉണ്ടായിരുന്നത്രേ. കമ്പുകളും കല്ലുകളും കൊണ്ടവർ അതിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ അതൊക്കെ വിഫലമായി. അവരുടെ ആക്രമണങ്ങൾക്കൊന്നും വഴങ്ങാതെ ആ ഭീമൻ മുതല ഒരു സത്വത്തെ പോലെ നിലകൊണ്ടു. ഈ ഉഗ്രരൂപിയെ വകവരുത്താൻ ഇതിലും ശക്തമായ ഏതെങ്കിലും മാർഗങ്ങൾ തേടേണ്ടിയിരിക്കുന്നു എന്ന് മനസ്സിലായ മുബാറക് തങ്ങളുടെ നാട്ടിലെ ഒരു ബ്ലാക്ക് സ്മിത്ത് അഥവാ ഇരുമ്പ് പണിക്കാരനെ സമീപിച്ചു. തനിക്ക് സംഭവിച്ച തീരാ നഷ്ടങ്ങളെക്കുറിച്ചും അതിന് കാരണക്കാരനായ ഭീകരരൂപിയായ ആ മുതലയെക്കുറിച്ചുമെല്ലാം അയാൾ ഇരുമ്പ് പണിക്കാരനോട് വിശദീകരിച്ച് പറഞ്ഞു. ആ മുതലയുടെ ശരീരം തുളച്ച് ജീവനെടുക്കാനുള്ള കരുത്തുറ്റ കുന്തം പോലെ ഒരു ആയുധം തനിക്ക് നിർമ്മിച്ചു നൽകണമെന്ന് മുബാറക് അയാളോട് ആവശ്യപ്പെട്ടു. മുബാറക്കിന്റെ ആവശ്യം അംഗീകരിച്ച ഇരുമ്പ് പണിക്കാരൻ അത്തരത്തിലൊരു മാരകായുധത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി തനിക്ക് $5 നൽകണമെന്ന് പറഞ്ഞു. മുബാറക്കിനെ സംബന്ധിച്ചിടത്തോളം $5 എന്നുള്ളത് ഒരു വലിയ തുകയായിരുന്നു. പക്ഷേ പണത്തെക്കാളും അയാൾക്ക് അയാളുടെ പ്രതികാരമായിരുന്നു വലുത്. തന്റെ ഭാര്യയെ കൊന്നുതിന്ന ആ മുതലയോട് അയാൾക്ക് ആഴത്തിൽ വെറുപ്പുണ്ടായിരുന്നു. ആ അപകടത്തിന് ശേഷം അയാൾക്ക് അയാളുടെ ഭാര്യയുടേതെന്ന് പറയാൻ ഒന്നും കിട്ടിയില്ല. വസ്ത്രങ്ങളോ ശരീരഭാഗങ്ങളോ ഒന്നും ബാക്കി വെക്കാതെ എല്ലാം ആ കായലിന്റെ ആഴങ്ങളിൽ കൊണ്ടുപോയി അടക്കം ചെയ്തു കളഞ്ഞു ആ ജീവി. തന്റെ ജീവിതം നശിപ്പിക്കാൻ വന്ന ഒരു പിശാചിനെ പോലെയാണ് മുബാറക് ആ മുതലയെ കണ്ടത്. അയാളുടെ എത്ര സ്വപ്നങ്ങളിൽ ആ മുതല കടന്നു വന്നിട്ടുണ്ടാകും. ഇരുമ്പ് പണിക്കാരൻ നിർമ്മിച്ചു നൽകിയ ഇറച്ചി തുളച്ച് ഉടക്കി വലിക്കാൻ പാകത്തിനുള്ള ചൂണ്ടക്കുളത്തിന് സമാനമായ അഗ്രഭാഗമുള്ള കുന്തവുമേന്തി തന്റെ സുഹൃത്തുക്കൾക്കൊപ്പം മുബാറക് കായൽക്കരയിലേക്ക് തിരിച്ചു. അയാൾ അവിടെ എത്തുമ്പോൾ ആ മുതല അവിടെ തന്നെ ഉണ്ടായിരുന്നു, അവരുടെ വരവിനായി കാത്തിരുന്നതുപോലെ. അതിന്റെ ഭയപ്പെടുത്തുന്ന ആകാരം കണ്ടപ്പോൾ മുബാറക്കിന്റെ സുഹൃത്തുക്കൾക്ക് പേടിയാകാൻ തുടങ്ങി. ഈ കുന്തം കൊണ്ടൊന്നും അതിനെ കീഴ്പ്പെടുത്താൻ കഴിയില്ലെന്ന് പറഞ്ഞ് അവർ അയാളെ പിന്തിരിപ്പിക്കാൻ ആവത് ശ്രമിച്ചു. പക്ഷേ മുബാറക് വഴങ്ങിയില്ല. ഇതിനെ കൊല്ലാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് തനിക്കെന്തെങ്കിലും സംഭവിച്ചാലും സാരമില്ലെന്നുള്ള തീരുമാനത്തിൽ അയാൾ ഉറച്ചു നിന്നു. എങ്കിലും അയാളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഭയം ഉണ്ടായിരുന്നു. പക്ഷേ കയ്യിലുള്ള ആയുധത്തിൽ ഇറുക്കി പിടിച്ച് അയാൾ നിശ്ചയദാർഢ്യത്തോടെ ആ മുതലയെ നോക്കി നിലയുറപ്പിച്ചു. മുബാറക്ക് തന്റെ കയ്യിലുള്ള കുന്തത്തിന്റെ കൈപിടിക്കുന്ന വശത്തായി ഒരു കട്ടിയുള്ള കയർ കെട്ടി ഉറപ്പിച്ചു. കുന്തം മുതലയുടെ ശരീരത്തിലേക്ക് എറിഞ്ഞ് ഉടക്കി ഉറപ്പിച്ച് ആ കയർ ഉപയോഗിച്ച് അതിനെ വലിച്ച് മുറിവേൽപ്പിച്ച് കൊല്ലുക എന്നുള്ളതായിരുന്നു അയാളുടെ പദ്ധതി. ഇനിയിപ്പോൾ ആദ്യത്തെ ഏറ് കൊണ്ടില്ലെങ്കിലും പിന്നെയും എറിഞ്ഞ് ശ്രമിക്കുമെന്ന് അയാൾ മനസ്സിൽ ഉറപ്പിച്ചു. അങ്ങനെ അയാൾ ആ കുന്തം മുതലയുടെ നേർക്കെറിഞ്ഞു. അത് ചെന്ന് മുതലയുടെ ഒരു വശത്തായി തറച്ചു കയറി. ആ ഭീകരരൂപി പിടഞ്ഞു. തന്റെ ശക്തിയേറിയ വായയും തുറന്നു പിടിച്ച് മുബാറക്കിനെ ആക്രമിക്കാൻ തുനിഞ്ഞ് ആ മുതല അതിശക്തമായി ചലിക്കാൻ ആരംഭിച്ചു. മുബാറക്ക് കുന്തത്തിൽ നിന്ന് പിടിവിട്ടില്ല. ഇതിനിടയ്ക്ക് മുബാറക്കിന്റെ സുഹൃത്തുക്കൾ ആ മുതലയ്ക്ക് നേരെ കല്ലുകൾ എടുത്തെറിഞ്ഞു. അതിശക്തനായ ഒരു കരാള രൂപത്തെ പോലെ തന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന എല്ലാ ബലങ്ങളെയും ആവാഹിച്ചുകൊണ്ട് ആ ജീവി പ്രതികരിച്ചു. ഏതാണ്ട് 1.5 മണിക്കൂറോളം നീണ്ടുനിന്ന സംഘട്ടനത്തിന്റെ അവസാനം അത് ചത്തു. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയത് ആ മുതലയുടെ വലുപ്പമായിരുന്നു. ഒരു സാധാരണ മുതലയായിരുന്നില്ലത്. തന്റെ പ്രതികാരം പൂർത്തിയാക്കി തളർന്ന അവശരായി മുബാറക്കും ഒപ്പം മുബാറക്കിന്റെ സുഹൃത്തുക്കളും ഗ്രാമത്തിലേക്ക് തിരിച്ചുപോയി. ഗ്രാമത്തിൽ അവർക്ക് വീരപരിവേഷം ലഭിച്ചു. മരണത്തിന് കീഴടങ്ങിയ ആ മുതലയുടെ ശരീരം കമ്പാല എന്ന സ്ഥലത്തുള്ള മക്കാരരെ യൂണിവേഴ്സിറ്റിയിലേക്ക് കൊണ്ടുപോയി. അവിടെ അത് പലവിധപ്പെട്ട പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും വിധേയമാക്കപ്പെട്ടു. വിൽഫ്രഡ് എംനെക്കു എന്നു പേരുള്ള ഒരു വെറ്ററിനറി ഡോക്ടറാണ് ആ പരിശോധനകൾക്ക് നേതൃത്വം കൊടുത്തത്. ആ മുതലയുടെ ശരീരം പരിശോധിച്ചപ്പോൾ അതിന്റെ വയറ്റിനുള്ളിൽ നിന്നും അദ്ദേഹത്തിന് ഏതോ ഒരു ജീവിയുടെ ഒരു അസ്ഥി കിട്ടി. കാലിലെ ടിബിയ എന്ന് വിളിക്കുന്ന അസ്ഥിയായിരുന്നു അത്. പക്ഷെ അതൊരു മനുഷ്യന്റെ അസ്ഥി ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് ഉറപ്പൊന്നുമില്ലായിരുന്നു. അന്ന് ഓസ്ട്രേലിയയിലെ ചാൾസ് ഡാർവിൻ യൂണിവേഴ്സിറ്റിയിൽ ജോലി നോക്കിയിരുന്ന മുതലകളുടെ പഠനത്തിൽ വിദഗ്ധനായ ആഡം ബ്രിട്ടന്റെ അഭിപ്രായത്തിൽ ആ മുതലയുടെ വയറ്റിൽ നിന്ന് ദെമെത്രിയ നബീറയുടെ ശരീരാവശിഷ്ടങ്ങൾ ലഭിക്കാനുള്ള സാധ്യത
സാധ്യത തീരെ വിരളമാണ്. ആഴ്ചകളോളമോ മാസങ്ങളോളമോ ഒന്നും അത് മുതലയുടെ വയറ്റിൽ നിലനിൽക്കില്ല. എപ്പോഴേ ദഹിച്ചു പോയിട്ടുണ്ടാകണം. തന്റെ ഭാര്യയുടെയും ജനിക്കാനിരുന്ന കുട്ടിയുടെയും മരണത്തിന് ഇടയാക്കിയ ആ ഭീകരൻ മുതലയെ കൊന്നതിനു ശേഷവും മുബാറക് വിഷാദത്തിലായിരുന്നു. കാരണം അയാളുടെ അഭിപ്രായത്തിൽ അയാൾക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോയി. പക്ഷേ പക അതയാൾ വീട്ടി. ആ ഒരു ആശ്വാസം മാത്രമായിരുന്നു അയാൾക്ക് ഉണ്ടായിരുന്നത്. മുബാറക്കിന്റെ ഗ്രാമത്തിലുണ്ടായിരുന്ന ആളുകൾ വാതോരാതെ അയാൾക്ക് നന്ദി പറഞ്ഞു. ആ ഭീകരരൂപിയെ കൊന്നതിനുള്ള നന്ദി. മുബാറക്, നിങ്ങൾ അന്നങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ആ മുതൽ എത്ര ജീവനുകൾ എടുത്തേനെ. നിങ്ങളോട് ഞങ്ങൾക്ക് തീരാത്ത നന്ദിയും കടപ്പാടുമുണ്ട്, ഗ്രാമവാസികൾ പറഞ്ഞു. ആ ഗ്രാമത്തിലെ ആളുകൾ നിരന്തരമായി വെള്ളമെടുക്കുവാനായി ആശ്രയിച്ചിരുന്ന ഒരു കായലായിരുന്നു ക്യോഗ. ഇനി അവിടെ മറ്റൊരു മുതല പ്രത്യക്ഷപ്പെടുന്നതുവരെ അവർക്ക് ഭയപ്പെടാതെ വെള്ളമെടുക്കാൻ പോകാം. ഇനി അത്തരത്തിൽ മറ്റൊരു മുതല വന്നാൽ തന്നെ അതിനെ കൊല്ലാൻ പാകത്തിന് മനോവീര്യമുള്ള ഒരു ലോക്കൽ ഹീറോയെ തന്നെ കിട്ടിയ സന്തോഷത്തിലായിരുന്നു ഗ്രാമവാസികൾ. പക്ഷേ ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുമ്പോഴും മുബാറക്കിന്റെ കണ്ണുകളുടെ ഓരങ്ങളിൽ എവിടെയോ കണ്ണുനീർത്തുള്ളികൾ ഉറവയായി ഒലിച്ചിറങ്ങാൻ കാത്ത് തിളങ്ങി നിൽക്കുന്നത് പോലെ.